വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിൽ. ഒരാളെ രക്ഷപ്പെടുത്തി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എപ്പോഴായിരുന്നു ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത്? ഇതൊരു ജനവാസ മേഖല എന്തെങ്കിലുമാണോ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? അരുണിമ, അതായത് ഈ കള്ളാടി മേപ്പാടി തുരങ്കപാത അതിന്റെ നിർമ്മാണം നടക്കുന്ന മേപ്പാടി ഭാഗത്ത് മീനാക്ഷിപുരം എന്ന സ്ഥലത്താണ്. മേപ്പാടിക്ക് സമീപം മീനാക്ഷിപുരം എന്ന സ്ഥലത്താണ് അവിടെ മീനാക്ഷി പാലം എന്നറിയപ്പെടുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന് സമീപത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ തുരങ്കപാതയുടെ ആ ഭാഗം, അതായത് മേപ്പാടി ഭാഗം തുടങ്ങുന്ന ആ ഭാഗമാണത്. അവിടെ ഈ മണ്ണ് നീക്കി ആ തുരങ്കം നിർമ്മിക്കുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്. അവിടെ തൊഴിലാളികളടക്കം ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം അവിടെ പാറ പൊട്ടിച്ച് മണ്ണ് നീക്കുന്ന നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. പ്രധാനമായും ഇപ്പോൾ ഒന്നിലധികം പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിലവിലുള്ള സംശയം എന്ന് പറയുന്നത്. അതായത് പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഭാഗത്ത് തൊഴിലാളികൾ, ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾ ഒരു ബസ്സിലാണ് വന്നത്. ആ ബസ്സിൽ ചില തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ ബസ് പൂർണ്ണമായും ആ മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് ഈ അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ല എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന പാലത്തിനപ്പുറത്ത് നിന്ന് ആ മണ്ണ് ഇവിടേക്ക് വന്ന് അവിടെ ഒരു ഹോട്ടലിന്റെ മുന്നിലാണ്, പ്രധാനപ്പെട്ട പാതയ്ക്ക് സമീപമാണ് വന്നത്. സമീപത്ത് വീടുകളുണ്ട്. പക്ഷേ ആ വീടുകളിലേക്ക് മണ്ണ് എത്തിയില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖല കൂടിയാണ് ആ പ്രദേശം. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി എത്രത്തോളം ഉള്ളതാണ് എന്നുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ മൂന്നോളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഇനി കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഈ തൊഴിലാളികളാണ്, നാട്ടുകാർ ആ പ്രദേശത്തില്ല, മറിച്ച് ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് എത്തിയിട്ടുള്ള തൊഴിലാളികൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയാണ് ഈ പ്രദേശത്ത് പെയ്ത് ഇറങ്ങിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ ഈ ഭാഗത്തൊക്കെ പെയ്തിരുന്നു. ആ മഴയെ തുടർന്നാണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. ഏതായാലും കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ സൈറ്റ്, ഇതൊരു നിർമ്മാണ സൈറ്റാണ്. ഈ തുരങ്കപാതയുടെ ഈ മേപ്പാടി ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം, നമുക്കറിയാം കള്ളാടി കോഴിക്കോട് ജില്ലയെയും വയനാട് ജില്ലയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തുരങ്കപാത പദ്ധതിയാണ് കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതി. ആ പദ്ധതിയുടെ മേപ്പാടി ഭാഗത്താണ് ഇത്തരത്തിൽ ഈ അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ പണി ഇതിനോടകം തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പാലത്തിലേക്കടക്കം വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. അവിടെ മണ്ണിടിഞ്ഞ് വന്നിരിക്കുന്ന ആ ഭാഗം കാണാൻ വേണ്ടി ആന്റണി, ഇപ്പോൾ നമുക്കൊപ്പം റഫീഖ് ചേരുന്നുണ്ട് പ്രദേശത്ത് നിന്നും. റഫീഖ്, എന്തായാലും വലിയൊരു മണ്ണിടിച്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രദേശത്ത് ഇനിയും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഒരു തുരങ്കപാതയിലുണ്ടായ അല്ലെങ്കിൽ ഈ നിർമ്മാണ ബന്ധപ്പെട്ടാണോ അതോ ഈ ഒരു കാലാവസ്ഥയാണോ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത? കാരണം അതുമാത്രമല്ല, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, തീർച്ചയായും വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയാണ്. മണ്ണിടിച്ചിലല്ല, മണ്ണ് കൂട്ടിയിട്ടത് മൊത്തത്തിൽ പോയി. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ച മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് അവിടെ കൂട്ടിയിട്ട മണ്ണ് കുത്തിയൊലുകി വന്നതാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ അതിൽ അകപ്പെട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആളുകൾക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഭരണകൂടം നോക്കുന്നത്. എന്തായാലും
അപകടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങോട്ടുള്ള പ്രവേശനം, ഈ ഒറ്റപ്പെട്ട ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പം ഇന്ന് ഏതാണ്ടൊരു 10-11 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ കൂട്ടിയിട്ട മണ്ണ് കനത്ത മഴയിൽ ഒലിച്ചിറങ്ങി അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. എന്തായാലും എന്താണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ എന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ അറിയാവുന്നതാണ്. എന്തായാലും പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ തൊഴിലാളികളൊക്കെ എത്ര പേരുണ്ടായിരിക്കും എന്നതിൽ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അധികൃതരൊക്കെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ? എല്ലാ അതിർത്തി MLA അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് പിന്നെ തിരുവമ്പാടിയും, അതായത് ഇത് തുരങ്കപാതന്റെ ഈ തിരുവമ്പാടി മണ്ഡലത്തിനെയും അതുപോലെ വയനാട് മണ്ഡലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതിനുശേഷം നിലവിൽ ഇവിടുത്തെ തിരുവമ്പാടി MLA CK കാസിമും അതുപോലെ T സിദ്ദീഖ് അടക്കമുള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏകോപിക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ എല്ലാവരും അറിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. വലിയ ഒരു എന്താ പറയാ മണ്ണിടിച്ചിലാണ് സംഭവിച്ചതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളും വിവിധ സ്ഥലത്തുള്ള റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാ രീതിയിലും അത് അപകടം ഇനി വരാതിരിക്കാനുള്ള എല്ലാ നടപടികളിലും സ്വീകരിച്ചു വരികയാണ്. നിലവിലെ പ്രദേശത്ത് മഴ ഇപ്പോഴും തുടരുകയാണോ? ഈ ഒരു മഴ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും രീതിയിൽ തടസ്സമാകുന്നുണ്ടോ? വയനാട് കള്ളാടിയിലാണ് തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. വലിയൊരു മണ്ണിടിച്ചിലാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊരു സംശയമൊക്കെ ഉണ്ട്. ആന്റണി ജസ്റ്റോർജ് ആണ് ചേരുന്നത്. ആന്റണി, എന്തായാലും മഴ വലിയ രീതിയിൽ കനക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയല്ലേ? പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം നമ്മൾ കാണുന്നത് പോലെ ആ പാലത്തിന്റെ ഭാഗത്താണ് മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നത്. അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ആ ഭാഗത്ത് മണ്ണ് കുത്തിയൊലിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യമെന്ന് പറയും. നമ്മൾ ആ ദൃശ്യങ്ങളിൽ ചില ആളുകളെയൊക്കെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ ബസ് കിടക്കുന്നത് ഈ പണി നടക്കുന്ന ആ പ്രദേശത്താണ്. അവിടെ മണ്ണ് പൂർണ്ണമായും നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് നാട്ടുകാർ അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യം. ആ ബസ്സിന്റെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല. അത് ആ മണ്ണ് നീക്കിയാൽ മാത്രമേ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. മാത്രമല്ല ഈ പാലത്തിലൂടെ ആ സമയം കടന്നുപോയ ആ വാഹനങ്ങൾ, അതിൻ്റെ കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എത്ര വാഹനങ്ങൾ കടന്നുപോയി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ, എത്ര പേരവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തതയില്ല. ഇപ്പോഴും അവിടെ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ തൊഴിലാളികൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ജോലി ചെയ്യുന്ന ഭാഗത്ത് നേരത്തെ ഒരു ബസ്സിൽ ആണ് തൊഴിലാളികൾ എത്തിയത്. ആ ബസ് ആ മണ്ണിന് അടിയിലേക്ക് മണ്ണിടിച്ചിലിന് അടിയിൽ പെട്ടു എന്നുള്ളത് തന്നെയാണ് ആ നാട്ടുകാരടക്കം പറയുന്നത്. നമുക്കറിയാം, ആ പ്രദേശത്ത് കാണുന്നുണ്ട് വീടുകളടക്കം. പക്ഷേ ആ വീടുകളുടെ ഭാഗത്തേക്ക് നിലവിൽ മണ്ണ് എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഒന്നിലേറെ പേരെ നിലവിൽ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എത്ര പേര് മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് ആശങ്കയായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അതൊരു വ്യക്തമാണ്. ആന്റണിയിലേക്ക് തിരികെ എത്താം. നമുക്കൊപ്പം ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാസർ, എന്തായാലും വലിയൊരു ദുരന്തമാണ്, ഒരു വലിയൊരു മണ്ണിടിച്ചിലാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ ഈ ഒരു തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ എന്ന് മണ്ണൊന്നായിട്ട് റോഡും മൊത്തമായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ആളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാള് അപ്പുറത്ത് ഡെത്ത് ആയിട്ടുണ്ട്. പിന്നെ ഈ ഇങ്ങോട്ട് മാനങ്ങൾക്ക് JCBയും ഇറ്റാച്ചിയും വരാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുനിന്നും. അത് വന്ന് മണ്ണ് മാറ്റിയാലാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ ചിത്രം അറിയുള്ളൂ. ആളുകൾ ഒരുപാട് ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പണിക്കാരുണ്ടായിരുന്നു അവിടെ. ഇത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒട്ടനവധി വാഹനങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഈ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിന്റെ ഒരു സ്ഥിരീകരണം കിട്ടണമെങ്കിൽ JCB വന്ന് മണ്ണ് മാറ്റാതെ ഒരു വിധത്തിലുള്ള ഒരു പ്രതികരണം ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുകയാണോ? ഈ മഴ നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. മഴ നിന്നിട്ടില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ JCBകളും ഇറ്റാച്ചികളും ഇവിടെ എത്തിപ്പെടണം. അതിനുള്ള ടൈം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
മഴ ഇത്രത്തോളം കൂടുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത ഇനിയും കൂടാനുള്ള സാധ്യതയില്ലേ? മണ്ണിടിച്ചിൽ സാധ്യത മലപ്രദേശ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരുന്ന ഗതാഗതത്തിന് നിർമ്മിച്ചിരുന്ന ഭാഗങ്ങൾ മൊത്തം ഇതിലൂടെ പോകുന്നുണ്ട്. നിലവിൽ അധികൃതരൊക്കെ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ? എങ്ങനെ? അധികൃതരൊക്കെ ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്, എല്ലാ നടപടികളും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ നാട്ടുകാരുടെയും പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഈ JCB എത്താതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഒരാളെ മാത്രമാണോ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്? മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് ഡെത്തായി എന്ന് പറയുന്ന ഒരാളെയാണ് നമുക്ക് അറിയുന്നത്. ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് 3 പേരെ. ആശുപത്രിയിൽ എത്തിച്ചവരുടെ നില ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ട് നിൽക്കുകയാണോ? സൂര്യമല കണ്ടുന്നോ? അതന്നെ പറഞ്ഞു. ഓക്കെ എന്നാ താങ്ക് യു. ശരി, വ്യക്തമാണ്. എന്തായാലും നമുക്കൊപ്പം മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് നാസറാണ് നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത്. എന്തായാലും വലിയൊരു മണ്ണിടിച്ചിലാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും മഴ തുടരുകയാണ്, വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. എന്തായാലും ആളുകൾ കുടുങ്ങി കിടക്കുന്നതായി തന്നെയാണ് സംശയം. ഈ ഒരു തുരങ്ക നിർമ്മാണ പാതയുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലാളികളായിരുന്നു ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്തായാലും ആരൊക്കെയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നതിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വാഹനങ്ങളൊക്കെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനും വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു മഴ കാരണം ഉള്ളത്. എന്തായാലും ഇനിയും ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നൊരു സംശയമാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പാലത്തിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. തുരങ്കപാത നിർമ്മാണ സ്ഥലമായിരുന്നു, വയനാട് ഭാഗമാണ്, കള്ളാടിയിലാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഈ നിർമ്മാണ സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരൊക്കെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ നടപടികളും കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ ഒരു മണ്ണിനടിയിലുള്ളതെന്നുള്ള ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയൊക്കെ പ്രദേശവാസികൾ ഇപ്പോഴും പറയുന്നുണ്ട്. എന്തായാലും മണ്ണിനടിയിൽ വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ വാഹനങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നതിലും ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. എന്തായാലും വലിയൊരു മണ്ണിടിച്ചിലാണ് വയനാട് കള്ളാടി ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. തുരങ്കപാത നിർമ്മാണ സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികൃതരും നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള സംയുക്തമായൊരു രക്ഷാപ്രവർത്തനമാണ് പ്രദേശത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയും പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. എന്തായാലും ഈ ഒരു മഴയും ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണമായി തന്നെയാണ് പ്രദേശവാസികളൊക്കെയും പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു കാലാവസ്ഥ അനുകൂലമായിട്ടില്ല. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഈ കാലാവസ്ഥയും വലിയ രീതിയിൽ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമുക്ക്